കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ തീർന്നു പോവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതും ഉണ്ട്. അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ്. അല്ല, ലീഗിന് 3-ാം സീറ്റ് വിഷയത്തിൽ ഉറപ്പ് ലഭിക്കണമെന്നാണല്ലോ ഉയർത്തിയിരുന്ന ആവശ്യം. അത് ആ ഉറപ്പ് ലഭിച്ചോ? ഇനിയിപ്പോൾ 27-ാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അഭ്യൂഹങ്ങൾ വേണ്ട. ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവും കേട്ടോ. അന്തിമ തീരുമാനം ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞിരുന്നത്. അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടിയതിന് ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം, അതിൻ്റെ ലീഡർഷിപ്പ്. ഇപ്പോൾ തങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞാൽ തങ്ങളും കൂടി വന്ന് കൂടിയിരുന്നു. ഞങ്ങളെ രീതി അതാണല്ലോ. ആ 27-ൻ്റെ തങ്ങൾ അധ്യക്ഷതയിൽ നടക്കുന്ന മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ പറയാം. ഇനി ചർച്ചയുടെ ഒരു ആവശ്യം ഉണ്ടാവും തോന്നിയില്ല. കാരണം ഞാൻ ആ മീറ്റിങ്ങിന് ശേഷം വല്ല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഏത് അല്ല, അതൊന്നും ഇപ്പം പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തതാണെങ്കിൽ ഒരെണ്ണം എടുത്ത് ബാക്കി പറയാൻ പറ്റും. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ചർച്ച തൃപ്തികരമായിരുന്നു. നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ, തങ്ങൾ സംസ്ഥാന പ്രസിഡൻ്റെ സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ കഴിയും. അങ്ങനെ ഈ ഒരുപാട് ഡീറ്റെയിൽസുള്ള കാര്യങ്ങളെ ഒറ്റവാക്കിൽ ഒതുക്കാൻ നിങ്ങൾ നോക്കിയാൽ അത് നടക്കില്ല. കാരണം വെച്ചാൽ ഈ ചർച്ചയിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ കൂടി ഞങ്ങൾ മീറ്റിംഗ് വിലയിരുത്തി ഇനി തീരുമാനം നിങ്ങളോട് 27-ാം തീയതി പറയാം. അല്ല, ചർച്ച തൃപ്തികരം എന്ന വാക്കും ഹാപ്പി തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും മനസ്സിലായില്ലേ? അതിനിപ്പോൾ ഒന്ന് കയറി നോക്കണം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ചർച്ച തൃപ്തികരമാണ്, പക്ഷേ പിന്നെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങളൊന്ന് തങ്ങൾ വന്നതിന് ശേഷം വിലയിരുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, വെറുതെ നമ്മൾ സമയം കളയാണ്. കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസ് ലീഗ് ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. ആ ഒരു ചർച്ച അത് പോസിറ്റീവാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസുമായുള്ള ചർച്ച തൃപ്തികരമെന്ന് കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഒടുവിലത്തെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം അത് 27-ന് ചേരുന്ന കമ്മിറ്റിക്ക് ശേഷം മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. ഇനിയൊരു കോൺഗ്രസുമായൊരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന തരത്തിലൊക്കെ തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അതിന്റെ ഒരു വാർത്തകളൊക്കെ തന്നെ വന്ന ഘട്ടം മുതൽ തന്നെ ലീഗ് ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കോൺഗ്രസ് ലീഗ് ചർച്ചയ്ക്ക് ശേഷമാണ് കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ വിശദാംശങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, ഇപ്പോൾ കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ട ഒരു ഘട്ടത്തിൽ ചർച്ച അത് തൃപ്തികരമാണെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ലീഗിന്റെ ആവശ്യം അവർ അംഗീകരിച്ചോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയാനായി നേതാവ് തയ്യാറാകുന്നില്ല? അതെ, അതിലൊരു പൂർണ്ണ വ്യക്തത എപ്പോഴും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചർച്ച പോസിറ്റീവാണ് എന്ന് മാത്രം കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. പക്ഷെ ഏത് തരത്തിലാണ് അത് പോസിറ്റീവായത്, എങ്ങനെയാണ് ലീഗ് തൃപ്തിപ്പെട്ടത് എന്നത് സംബന്ധിച്ചാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്. അതായത് 3-ാം സീറ്റ് എന്ന ആവശ്യം അംഗീകരിച്ചു എങ്കിൽ അത് അദ്ദേഹത്തിന് നേരിട്ട് പറയാം. പക്ഷെ അത് അദ്ദേഹം ഇതുവരെ സമ്മതിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. 3-ാം സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചോ എന്ന ചോദ്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല. അതോ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള ഒത്തുതീർപ്പാണോ ഈ ചർച്ചയിൽ ഉണ്ടായത് എന്നത് സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത്. അത് കോൺഗ്രസ് നേതൃത്വം കൂടി അക്കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മുൻ കൊണ്ട് തൃപ്തിപ്പെടുത്താനുള്ള ഒരു ചർച്ചയാണോ ഇപ്പോൾ വിജയിച്ചത്, അതുകൊണ്ട് ലീഗ് തൃപ്തിപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതനുസരിച്ച് 27-ന് ഇനി മുസ്ലിം ലീഗിന്റെ യോഗം മലപ്പുറത്ത് വെച്ച് ചേരുന്നുണ്ട്. പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് വെച്ച് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം എന്താണ് ലീഗിന്റെ തീരുമാനം എന്നുള്ളത് ഔദ്യോഗികമായി പറയാം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം അദ്ദേഹം തീർത്ത് പറഞ്ഞു, ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല, ഇനി ചർച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് 3-ാം സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇനിയൊരു ചർച്ച ഉണ്ടാകില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്
ഈ ആവശ്യം അംഗീകരിച്ചതുകൊണ്ടാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്കാണോ പോയത് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ഏതായാലും യോഗം അവസാനിച്ചു. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായി. ഇനി അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ്, തീരുമാനം നീളാനുള്ള ഒരു സാധ്യത തന്നെയാണോ മുന്നിലുള്ളത്? അതായത് ഒരു തീർപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അത് ഏത് തരത്തിലാണ് ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ആ തരത്തിലുണ്ടായോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച പോസിറ്റീവാണ് എന്ന് പറയുന്നു. പക്ഷേ എന്താണ് ഔദ്യോഗിക തീരുമാനം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഈ കോൺഗ്രസ് പറഞ്ഞതിനോട് ലീഗ് പൂർണ്ണ അതിനോട് വഴങ്ങിയോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അധികം വൈകാതെ തന്നെ അതിലൊരു തീർപ്പുണ്ടാകും എന്ന് അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു.